നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കാലവർഷം കനക്കുന്നു എന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും കേരളത്തിൽ കാലവർഷം കനക്കുന്നത്. അടുത്ത 5 ദിവസം വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. കർക്കിടകം തുടങ്ങിയതോടെ എല്ലാ ജില്ലകളിലും വീണ്ടും മഴ ശക്തമായിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച വരെ വൈകിട്ടും രാത്രിയിലും ഇടവിട്ടാണ് മഴ ലഭിച്ചിരുന്നതെങ്കിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ജില്ലകളിലെ മിക്ക ഭാഗങ്ങളിലും മഴ ലഭിച്ചു കഴിഞ്ഞു. 18-ന് സന്ധ്യയ്ക്ക് ശേഷം തുടങ്ങിയ മഴ പുലർച്ചെ വരെ പെയ്തിരിക്കുകയാണ്. ഇതോടെ പല ജില്ലകളിലും താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകൾ വെള്ളക്കെട്ടിലായിട്ടുണ്ട്. എങ്കിലും വീടുകളിൽ നിന്ന് മാറേണ്ട സാഹചര്യം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് അറിയാൻ സാധിച്ചത്. സൂര്യപ്രകാശം ലഭിക്കുന്നത് കുറഞ്ഞതോടെ അന്തരീക്ഷ താപനിലയും താഴ്ന്ന നിലയിലാണ്. മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് കാറ്റിന്റെ ശക്തിയും കുറവാണെങ്കിലും ചില മേഖലകളിൽ ശക്തമായ കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. ഇത് കാരണമാണ് മൺസൂൺ സ്വഭാവത്തിലുള്ള മഴ തുടർച്ചയായി ലഭിക്കുന്നതെന്നും കാലാവസ്ഥാ വിദഗ്ധർ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ മഴ കുറയുമെങ്കിലും ഭേദപ്പെട്ട അളവിൽ മഴ ലഭിക്കുമെന്നും വിദഗ്ധർ പറഞ്ഞു. ഈ വർഷം മുൻ വർഷത്തേക്കാൾ കൂടുതൽ മഴ ലഭിച്ചുവെന്നും വടക്കൻ കേരളത്തിലാണ് മഴ ശക്തമാവുകയെന്നും കാലാവസ്ഥാ വിദഗ്ധർ പറഞ്ഞിരിക്കുകയാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് 9 ജില്ലകളിലായിരുന്നു ഓറഞ്ച് അലേർട്ട് നിലവിലുള്ളത്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത നൽകുന്ന ഓറഞ്ച് അലേർട്ട് നിലവിലുള്ളത്. ആ മേഖലകളിലൊക്കെ തന്നെ ഇന്ന് കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നിലവിലുള്ളത്. എന്നാലും ഇവിടെയും രാവിലെ മുതൽ തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. തിങ്കളാഴ്ചയോടെ സംസ്ഥാനത്തെ മഴയുടെ ശക്തി കുറയുമെന്നാണ് വിലയിരുത്തൽ. തെക്കൻ ജില്ലകളിലും തിങ്കളാഴ്ച മുതൽ മഴയുടെ ശക്തി കുറയുമെങ്കിലും എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ മഴ തുടരും. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ തിങ്കളാഴ്ചയും ഓറഞ്ച് അലേർട്ട് അതുകൊണ്ട് നിലവിലുണ്ട്. കാലവർഷത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന മഴ തന്നെയാണ് നിലവിൽ കേരളത്തിൽ ലഭിക്കുന്നത്. മൺസൂണിൽ ജൂലൈയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഈ വർഷം മുൻ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതൽ മഴ ലഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. വടക്കൻ ജില്ലകളിലാണ് മഴ കൂടുതൽ ശക്തമാകുക. കേരളം മുഴുവൻ പരക്കെ മഴയുണ്ടെങ്കിലും തീവ്രത കൂടുതൽ വടക്കൻ ജില്ലകളിലായിരിക്കും എന്നുള്ള മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിൽ പറയുന്നുണ്ട്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് കേരളത്തിൽ മൺസൂൺ അനുഭവപ്പെടുന്നത്. അതിൽ ജൂലൈയിലാണ് ഏറ്റവും നന്നായി സാധാരണ മഴ ലഭിക്കുന്നത്. ഇത്തവണയും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മാസം അവസാനിച്ചാൽ മാത്രമാണ് കൃത്യമായി അത് പറയാൻ സാധിക്കുക. ഇതുവരെയുള്ള മഴയുടെ ലഭ്യത നോക്കുമ്പോൾ ഈ മൺസൂൺ കേരളത്തിൽ നന്നായി തന്നെ പെയ്തിട്ടുണ്ട്. തീവ്രതയിൽ മാത്രമാണ് മാറ്റം വരിക. ഇതുവരെ ഒരിടത്തും നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധന തൊഴിലാളികളും തീരദേശത്ത് താമസിക്കുന്നവരും ജാഗ്രത പുലർത്തണം. നദീകരകളിൽ താമസിക്കുന്നവരും ജാഗ്രത പുലർത്തണം. പ്രളയ സാധ്യതാ മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിൽ പറയുന്നുണ്ട്. ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, അതുപോലെ തന്നെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിലാണ്. അവിടെ ഇന്ന് രാത്രി 11:30 വരെ 3.0 മുതൽ 3.2 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക. കടൽക്ഷോഭ രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നതും ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്ക് അടുപ്പിക്കുന്നതും. ആയതിനാൽ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്ക് അടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. INCOS മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. കാരണം ഈ ഒരു സമയത്ത് നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ പലർക്കും ബീച്ചിലേക്ക് ഇറങ്ങി അവിടെ വിനോദത്തിൽ ഏർപ്പെടാനും അവിടെ കൂടെയൊക്കെ പോകാനൊക്കെ തന്നെ തോന്നുന്നതാണ്. പക്ഷെ അത് വളരെ അപകടം വിളിച്ചു വരുത്തുമെന്നാണ് നിർദ്ദേശത്തിൽ എപ്പോഴും പറയാറുള്ളത്. എന്നിരുന്നാലും അത് ലംഘിച്ചുകൊണ്ട് പല ആളുകളും ഇത്തരത്തിൽ അപകടകരമായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ ബീച്ചിൽ ഇറങ്ങുന്നത് പതിവായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്.
മത്സ്യബന്ധന യാനങ്ങൾ സുരക്ഷിതമായി തന്നെ ഹാർബറിൽ കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നതും കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണം. തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പുലർത്തണം. ജൂലൈ 21 തിങ്കളാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. 22 ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് പ്രതീക്ഷിക്കുന്നത്. അത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം. നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട്. മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. കൂടാതെ കേരള, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. ലക്ഷദ്വീപ് തീരത്തും മത്സ്യബന്ധനം പാടില്ല. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിലാണ് ഇത് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. കേരള, കർണാടക തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ലക്ഷദ്വീപ് തീരത്തും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ, മധ്യകിഴക്കൻ അറബിക്കടലിനോട് ചേർന്ന ഭാഗങ്ങൾ, തെക്കു പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മധ്യ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന തെക്കൻ ബംഗാൾ ഉൾക്കടൽ, വടക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. നദികളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപകടകരമായ രീതിയിലെ ജലനിരപ്പിനെ തുടർന്ന് പല സ്ഥലങ്ങളിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് ഈ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. പത്തനംതിട്ട, മണിമല, അതുപോലെ വള്ളംകുളം സ്റ്റേഷൻ, കാസർഗോഡ്, മൊഗ്രാൽ ഭാഗത്തും അതുപോലെ യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവരും ജാഗ്രത പാലിക്കേണ്ടതാണ്. അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാവണം. ഏതായാലും ഇത്തവണത്തെ മഴ പെയ്യുമ്പോൾ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നില്ല. കാരണം എവിടെയും അധികം കാര്യമായിട്ടുള്ള രീതിയിൽ ഇടിമിന്നൽ മുന്നറിയിപ്പ് നൽകുന്നില്ല. പക്ഷേ മറ്റുള്ള കാറ്റിനുള്ള സാധ്യതയുണ്ട്. നദികളിൽ വെള്ളം ഉയരാനുള്ള സാധ്യതയുണ്ട്. തീര മേഖലകളിലൊക്കെ തന്നെ തിരമാല ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായി തന്നെ ഈ മുന്നറിയിപ്പുകൾ ജനങ്ങൾ പാലിക്കേണ്ടതാണ്. ആരും അപകടം വിളിച്ചു വരുത്തരുത്.